എറണാകുളത്തപ്പാ ശരണം. ഹരീഷിന് തൂത്തുക്കുടിയിൽ എന്തൊരു ജോലിയുള്ള കാരണം ഞാനും ഹരീഷിൻ്റെ കൂടെ പുറപ്പെട്ടു. തൂത്തുക്കുടി അല്ലെങ്കിൽ ട്യൂട്ടിക്കോറിനിൽ നിന്നും 40 കിലോമീറ്റർ തെക്കോട്ടാണ് തിരുച്ചെന്തൂർ. ഇവിടെ എനിക്ക് തൊഴാലോ എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഹരീഷിനൊപ്പം പോയത് കേട്ടോ. പഴനിയിൽ രാത്രി താമസിച്ചു. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഹരീഷും ഞാനും തൂത്തുക്കുടിയിലോട്ട് വിട്ടു. മുരുകഭഗവാന്റെ 6 പട വീട്ടിൽ 6 പട വീട് എന്ന് പറയുന്നത് പഴനി, തിരുത്തണി, തിരുപ്പരൻകുன்றம், സ്വാമിമല, പിന്നെ പഴമുതിർച്ചോല എല്ലാം മലയുടെ ഉച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തിരുച്ചെന്തൂർ മാത്രം കടൽ തീരത്താണ്. ദ ഓൺലി 6 പട വീട് ഓൺ ദ സീഷോർ. ഇവിടെ തൊഴുതിന് ശേഷം ആദി ശങ്കരാചാര്യർ രചിച്ച സുബ്രഹ്മണ്യ ഭുജംഗത്തിൻ്റെ ഫലസ്തുതിയിൽ പറയുന്നത്, തിരുച്ചെന്തൂർ ക്ഷേത്ര ദർശനം നടത്തിയാൽ അപസ്മാരം, കുഷ്ഠം, പ്രമേഹം, ജ്വരം, മാനസിക അസുഖങ്ങൾ, ദുർമന്ത്രവാദം, ഭൂതപിശാച് മൂലമുള്ള പീഡനങ്ങൾ എല്ലാം മാറും എന്നാണ്. ഇവിടെ വെച്ചാണ് മുരുക ഭഗവാൻ ശൂരനെ സംഹരിച്ചത്. അത് കാരണം കൊണ്ട് ഇവിടുത്തെ സുബ്രഹ്മണ്യ സ്വാമീനെ ജയന്തിനാഥൻ എന്നാണ് വിളിക്കുന്നത്. പഴനി വിട്ട് 4.5 മണിക്കൂറിന് ശേഷം ഞങ്ങൾ തൂത്തുക്കുടി എത്തി. ലഞ്ച് കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഭഗവാനെ കാണാൻ വേണ്ടി റെഡിയായി. ഇതെന്താണെന്നറിയോ? കടൽ വെള്ളം വെറ്റിച്ച് ഉപ്പുണ്ടാക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ. ഇന്ത്യയുടെ 30% സോൾട്ട് പ്രൊഡക്ഷൻ തൂത്തുക്കുടിയിൽ നിന്നാണ്. ഈ ശൂരസംഹാരം നടന്ന് ജയന്തിനാഥൻ്റെ ഊരിനെയാണ് തിരുജയന്തിയൂർ എന്ന് വിളിച്ചത്. അത് ലോപിച്ച് ഇപ്പോൾ തിരുച്ചെന്തൂർ എന്നായി. ഇതാണ് താമരഭരണി നദി. ഇതിൻ്റെ തീരത്ത് കുറേ പേര് കുളിക്കണത് കാണാം. ഇവരൊക്കെ അവരവരുടെ ഗ്രാമത്തിൽ നിന്നും നടന്ന് തിരുച്ചെന്തൂരിൽ ദർശനത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ലാസ്റ്റ് സ്റ്റോപ്പാണ് ഈ താമരഭരണി റിവർ. ഈ നദീൻ്റെ അവിടെ നിന്ന് കഷ്ടി 15 കിലോമീറ്റർ ഉണ്ട് അമ്പലത്തിലോട്ട്. ഇവിടെ അവർ മുങ്ങിക്കുളിച്ച് ഇങ്ങനെ വരി വരിയായിട്ട് നടന്ന് തിരുച്ചെന്തൂരിൽ പോണത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി തിരുച്ചെന്തൂരിൻ്റെ ഐതിഹ്യം പറയാം. പരമശിവനിൽ നിന്നും വരം ലഭിച്ച് മനുഷ്യർക്കും ദേവന്മാർക്കും ജീവിതം നരകമാക്കിയ 3 അസുര സഹോദരന്മാർ, അതായത് ശൂരപത്മൻ, സിംഹമുഖൻ, താരകാസുരൻ, ഇവരെ വധിക്കാൻ വേണ്ടിയാണ് സുബ്രഹ്മണ്യ ഭഗവാൻ അവതാരം എടുത്തത്. ഇതിൽ ശൂരപത്മൻ യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരു വലിയ മാവിൻ്റെ രൂപം സ്വീകരിക്കും. മുരുക ഭഗവാന്റെ വേൽ ഇതിനെ 2ആയി പിളർത്തും. ഒരു ഭാഗത്തിൽ നിന്നും മയിലും മറ്റു ഭാഗത്തിൽ നിന്നും ഒരു കോഴിയും രൂപാന്തരപ്പെടും. മയിൽ കാർത്തികേയൻ്റെ വാഹനമായും കോഴി പതാകയുടെ ചിഹ്നവുമായും ഭഗവാൻ സ്വീകരിക്കും. മയിൽ സൗന്ദര്യത്തിൻ്റെയും ബിന്ദുതത്വത്തെയും പ്രതിനിധീകരിക്കുന്നു. കോഴിയോ ശബ്ദത്തെയും നാദ തത്വത്തെയും പ്രതിനിധീകരിക്കുന്നു. 1600 കാലഘട്ടത്തിൽ ഡച്ചുകാർ മൂലവിഗ്രഹം പിടിച്ചെടുത്തു. ശ്രീലങ്കയിലോട്ട് കടൽ വഴി യാത്ര ആയപ്പോൾ ശക്തമായ കാറ്റിനെ നേരിടേണ്ടി വന്നു. അപ്പോൾ അവർ ഈ 2 വിഗ്രഹങ്ങളെ കടലിലിട്ട് രക്ഷപ്പെടുകയാണ് ചെയ്തത്. പിന്നെ വടംലയപ്പൻ പിള്ളയാരുടെ സ്വപ്ന ദർശന പ്രകാരം കടലിൽ നിന്നും വിഗ്രഹങ്ങളെ വീണ്ടെടുക്കുകയാണ് ചെയ്തത്. മുരുക ഭഗവാന്റെ ദൃഷ്ടി കിഴക്ക് കടൽ നോക്കിയാണെങ്കിലും രാജഗോപുരം വടക്ക് സൈഡിലാണ്. ഈ രാജഗോപുരം വർഷത്തിൽ ഒരിക്കൽ മാത്രമേ തുറക്കുള്ളൂ. കന്ദഷഷ്ടി മഹോത്സവത്തിൻ്റെ തിരുക്കല്യാണ ദിവസം രാത്രി. ഇവിടുത്തെ പ്രധാന കവാടം തെക്കോട്ട് ദർശനമുള്ളതാണ്. 2 പ്രകാരങ്ങളുണ്ട്. ക്ഷേത്രത്തിൻ്റെ ശ്രീലകം തറ നിരപ്പിൽ നിന്നും താഴേക്കാണ് സ്ഥിതി ചെയ്യുന്നത്, ഒരു ഗുഹയുടെ ആകൃതിയിൽ. ഇവിടെ ചെല്ലുവാൻ ഭക്തർ ഒരു ഇറക്കം വഴി വേണം പോകാൻ. മൂലവർ ഒരു ചെറിയ കുട്ടിയുടെ രൂപത്തിലാണ്. ഇവിടെ ഭഗവാനെ മാത്രമാണ് പൂജിക്കുന്നത്, വള്ളിയും ദേവസേനയും ഇല്ലാതെ, ഒരു ശിവയോഗിയെ പോലെ. ശൂരനെ സംഹരിച്ച ശേഷം സ്കന്ദ ഭഗവാൻ ഇവിടെ പഞ്ചലിംഗ ശിവപൂജ നടത്തിയത്രേ. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ വലത് കൈയിൽ ഒരു താമര കാണാം. തലയിൽ ശിവയോഗികളെ പോലെ ജടാമകുടവും കാണാം. ഞാൻ തിരുച്ചെന്തൂരിൽ ദർശനം നടത്താൻ പോയ ദിവസം
തിരക്കായിരുന്നു. പക്ഷേ ഭഗവാൻ നല്ല ദർശനം തന്നെ നൽകി അനുഗ്രഹിച്ചു. പുറത്തേക്ക് വന്നപ്പോൾ ക്ഷേത്ര സന്ദർശിക്കുന്ന എല്ലാവരെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഈ മയിലിനെ കണ്ടു. തിരുച്ചെന്തൂർ ശക്തിയുള്ള ഒരു ദിവ്യസ്ഥലം തന്നെയാണ്. അല്ലെങ്കിൽ എങ്ങനെ കടൽ തീരത്തോട് ഇത്രയും അടുത്തിരുന്നിട്ടും 2004 സുനാമി വന്നപ്പോൾ ഈ ക്ഷേത്രം മാത്രം ഒരു തരത്തിലും ബാധിക്കപ്പെടാണ്ടിരുന്നത്? എല്ലാവർക്കും ജയന്തിനാഥൻ്റെ അല്ലെങ്കിൽ സെന്തിൽനാഥരുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എറണാകുളത്തപ്പ ശരണം.